നന്മ മാത്രം കിട്ടിയാൽ മതി. സൗഖ്യമാക്കുന്ന യേശുവിനെ കാണാൻ ഇഷ്ടമാണ്, മുറിവ് കെട്ടുന്ന യേശുവിനെ കാണാൻ ഇഷ്ടമാണ്. യേശു ചില പാട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, യേശു എൻ്റെ ചങ്കാണ്, യേശു എൻ്റെ ഹൃദയമാണ്, പൊന്നാണ്, കരളാണ്, അതൊക്കെയാണ്. പക്ഷെ സിംഹാസനത്തിൽ ന്യായാസനത്തിൽ മുമ്പിൽ ഇരിക്കുന്ന യേശുവിനെ കുറിച്ച് ആരും പ്രസംഗിക്കത്തില്ല, ആരും പാടത്തില്ല, ആരും പിക്ചർ വരച്ച് നിങ്ങളുടെ വീട്ടിൽ വെക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അതൊരു വാക്യം വായിക്കാം. വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. മതി. സ്ഥിരമായി ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗ ശൈലി ഞാൻ ഇന്ന് എടുക്കുന്നില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ഒരു വേദപഠനം എന്ന രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്. ഈ വചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്. 2, അത് കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്. 3-ാമത്തെ എന്താണ് പറയുന്നത്? അത് പ്രമാണിക്കുന്നത്, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാണ്. ഇംഗ്ലീഷിൽ അത് വായിക്കുകയാണെങ്കിൽ NIV-യിൽ നമ്മൾ കൊടുത്തേക്കുന്നത് Blessed is the one who read loud the words of this prophecy, and blessed are those who hear it and take to heart what is written in it, because the time is near. അതായത് വചനം അത്യുച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കുന്നവൻ. ഈ അത്യുച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കുന്നത് എന്തിനാണ്? അത് കേൾക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ വചനം വായിച്ച് കേൾപ്പിക്കുന്നവൻ, അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അത്യുച്ചത്തിൽ കേൾപ്പിക്കുന്നവൻ, അത് കേൾക്കുന്നവൻ, അത് കേട്ട് ജീവിതത്തിൽ പ്രമാണിക്കുന്നവൻ, അത് ഹൃദയത്തിലോട്ട് എടുക്കുന്നവൻ. NIV-യിൽ കൊടുത്തിരിക്കുന്നത് ടേക്ക് ടു ഹാർട്ട്, ഹൃദയത്തിലോട്ട് എടുക്കുന്നവൻ എന്താണ്? ഭാഗ്യവാനാണ്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ നിങ്ങളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഈ വചന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ഞാൻ ആരാണ്? ഭാഗ്യവാനാണ്. ഇത് കേൾക്കുന്ന നിങ്ങളാരാണ്? ഭാഗ്യവാനാണ്. ഇത് ജീവിതത്തിൽ നമ്മൾ പ്രമാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആരാണ്? ഭാഗ്യവാനാണ്. അതാണ് തിരുവചനം പറയുന്നത്. കാരണം ഈ വചനം ദൈവമാണ്. ഈ ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷിക്കുന്നത്. രാത്രികാലം ഈ വെമ്പിളിയുടെ ദേശത്ത് എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ യോഗ്യതയില്ലാത്ത നമ്മൾ ഓരോരുത്തർ, എൻ്റെ ദൈവം നമ്മളെ ഇന്ന് രാത്രികാലം ഇവിടെ കൊണ്ടെത്തിച്ചു. നമുക്കും പല പ്രയാസങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്, പല രീതിയിൽ നമുക്കും സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എങ്ങനെയോ ഇന്ന് രാത്രികാലം ഈ കസേരയിൽ നമ്മൾ വന്നിരുന്നു, ഞാനും വന്നിരുന്നു. ഞാനത് എന്തു ചെയ്യുന്നു? പ്രസംഗിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു. പ്രസംഗിക്കുന്നവന് കൂടുതൽ ഭാഗ്യവാനാണെന്നാണോ പറഞ്ഞത്? അല്ല. കേൾക്കുന്നവന് കൂടുതൽ ഭാഗ്യവാനാണെന്നാണോ പറഞ്ഞത്? അല്ല. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഒരേപോലെ ആരാണ്? ഭാഗ്യവാന്മാരാണ്. കാരണം ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, അത് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ചു തരികയും അത് വായിക്കുകയും കേൾപ്പിക്കുകയും അതിൻ്റെ നടുവിൽ സന്തോഷം കണ്ടെത്തുന്ന നാം ഓരോരുത്തരും ആരാണ്? ഭാഗ്യവാന്മാരാണ്. ലോകപ്രകാരം നോക്കുമ്പോൾ കോടികളോ നമുക്ക് സമ്പാദ്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മാർഗത്തിലോട്ട് ഇറങ്ങി വന്നെങ്കിൽ നമ്മളെക്കാട്ടിലും സാമ്പത്തികമായി വളരെ ആർഭാടത്തിൽ ജീവിക്കുന്ന അനേകർ ഈ ലോകത്തുണ്ട്. മുകേഷ് അംബാനി ബൈബിൾ വായിച്ചിട്ടാണോ കോടീശ്വരനായിട്ട് ജീവിക്കുന്നത്? അല്ല. ലോകത്ത് എത്ര ബിസിനസ്മാർ ആൾക്കാരുണ്ട്. അവർ ബൈബിൾ വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉപവാസിച്ചിട്ടും ദൈവസന്നിധി പാടിയിട്ടുമാണോ കോടീശ്വരന്മാരായിട്ട് നിൽക്കുന്നതല്ല. ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ അവരാണ് ഭാഗ്യവാന്മാർ. കാരണം ഈ ലോകത്തിൻ്റെ സുഖലോലുഫകളിൽ അവർക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടറിയാതെ, പ്രയാസമറിയാതെ ജീവിക്കുവാൻ അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം മണ്ണിനോട് ചേർന്ന കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആശിക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഈ ഭൂമിയിൽ
മണ്ണിനോട് ചേരേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ദൈവസന്നദ്ധയിൽ കടന്നു വന്ന് ഈ കേൾക്കുന്ന ഈ ദൈവവചനമുണ്ടോ, അത് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കുവാൻ ഈ ലോകത്തിലെ ആരുടെയും കണ്ണ് തുറന്നിട്ടില്ല. പക്ഷേ വളരെ ബലഹീനരായ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് തുറന്നു ഇന്ന് രാത്രികാലം ഇവിടെ എൻ്റെ ദൈവം കൊണ്ടെത്തിച്ചു. ഇത് വായിക്കാനും വായിച്ച് കേൾപ്പിക്കുവാനും അത് ഗ്രഹിക്കുവാനുമുള്ള ഒരു മഹാഭാഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ത് ചെയ്തു, ദൈവം തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവചനം പറയുന്നതാണ്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ആരാണ്? ഭാഗ്യവാനാണ്. ഈ ലോകത്തെ ഏതെങ്കിലും വിഷയം കൊണ്ട് നമ്മൾ ഭാരപ്പെട്ടാണ് ദൈവസന്നിധിയിലായിരിക്കുന്നതെങ്കിൽ, എനിക്ക് ആ കാര്യമില്ല, എൻ്റെ കൂട്ടുകാരൻ അതുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ കുറവുണ്ട്, ഇന്ന കഴിവുകളുണ്ട്, എൻ്റെ ഭവനത്തിൽ ഇന്നത് കുറവുണ്ട്. പക്ഷേ വചനം പറയുന്നു, നീ ആണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. കാരണം നിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. നിൻ്റെ വീട്ടിൽ, നിൻ്റെ ഹൃദയത്തും നിൻ്റെ ശരീരത്തും ഈ ദൈവത്തിൻ്റെ വചനമുണ്ട്. ഈ വചനമാണ് സാക്ഷാൽ ദൈവം. ഈ വചനമായിരുന്നു സൃഷ്ടിപ്പിലുള്ളത്. യോഹന്നാൻ എന്താണ് പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അങ്ങനെ ആ വചനത്തെ വായിക്കുവാനും ആ വചനം പഠിക്കുവാനും ആ വചനം കേൾക്കുവാനും അത് പ്രമാണിക്കുവാനുമുള്ള ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം, ആ ഒരു വിളി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനപ്രകാരം നാം ആരാണ്? നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഒരുപക്ഷെ പൗണ്ട് കുറവായിരിക്കും, വലിയ വീടില്ലായിരിക്കും, വലിയ കാറില്ലായിരിക്കും, നല്ല കൂടിയ വസ്ത്രങ്ങളില്ലായിരിക്കും, വാച്ചുകളില്ലായിരിക്കും, നമ്മളെ റിക്കഗ്നൈസ് ചെയ്യാൻ ഈ ലോകത്ത് ആരുമില്ലായിരിക്കും. ചിലപ്പോൾ കൂട്ടു സഹോദരന്മാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇവരെല്ലാം നമ്മളെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അത് പ്രമാണിക്കുവാനും അത് പഠിക്കുവാനും അത് ജീവിതത്തിൽ സ്വീകരിക്കുവാനുമുള്ള ഒരു അവസരം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിനായി ഒരു ചാൻസ് ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവാൻ നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഈ പുസ്തകത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭാഗ്യവാന്മാർക്ക് വിവേചിച്ചു കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അല്ലല്ലോ, ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം തന്നെ 22-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 22:18. ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വലുത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പം ഈ വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നത് നോക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാൺ ചെയ്യുകയാണ്. എത്ര കഴിവുള്ളവനാണെങ്കിലും എത്ര യോഗ്യനാണെങ്കിലും ഈ പുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഏതെങ്കിലും ഒന്ന് നീ കൂട്ടുവോ ഏതെങ്കിലും ഒന്ന് നീ കുറയ്ക്കുകയോ ചെയ്യുവാനുള്ള അധികാരം ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും എൻ്റെ ദൈവം എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. കളക്ടർ ആയിക്കോട്ടെ, പ്രസിഡൻ്റ് ആയിക്കോട്ടെ, കൂടിയ പാസ്റ്റർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ വിശ്വാസികളായിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ വിശുദ്ധ പുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്പെല്ലിങ് മാറ്റുവാനോ ഏതെങ്കിലും ഒന്ന് എക്സ്ട്രാ ഒരു വേർഡ് ആഡ് ചെയ്യുവാനോ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഉള്ള അധികാരം ഈ ഭൂമിയിലുള്ള ആർക്കും കൊടുത്തിട്ടില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട വചനമാണ്. ഈ വചനം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അത് വായിക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം തന്ന ബൗണ്ടറിക്ക് അപ്പുറത്തോട്ട് ഒന്ന് കൂട്ടുവാനോ അതല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുവാനോ ഈ ഭൂമിയിലുള്ള ആർക്കും എന്ത് ചെയ്തില്ല, അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെ അത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ശിക്ഷാവിധി ഉണ്ടല്ലോ,
ഈ യൂട്യൂബുകളൊക്കെ നോക്കുമ്പോൾ ഫാൾസ് പ്രോഫസി, കള്ളപ്രവാചകന്മാർ, കള്ള പാസ്റ്റേഴ്സ്, ഈ വചനം പ്രയോഗിച്ച് കാശ് സമ്പാദിക്കുന്നവർ, അങ്ങനെ പല ആളുകളെ നമ്മൾ കാണാം. ദൈവത്തിൻ്റെ വചനം അവരുടെ ബെനിഫിറ്റിന് വേണ്ടി വളച്ചൊടച്ച് അതിൽ പല രീതിയിൽ പ്രസംഗിച്ച് പല രീതിയിൽ സമ്പത്ത് കണ്ടെത്തുന്ന പല ആളുകളെ നമുക്ക് കാണാം. ഈ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ വെച്ച് അവർക്കൊരു ശിക്ഷ ദൈവം കൊടുക്കാത്തതെന്നറിയാമോ? ഈ ഭൂമിയിൽ വെച്ചൊരു ശിക്ഷ കൊടുത്താൽ അത് ഏറ്റവും ചെറിയ ശിക്ഷയായി പോകും. പല തെറ്റുകൾക്കും പല ദൈവവചനം വെച്ച് ദുരുപയോഗം ചെയ്ത് പല രീതിയിലും ഈ ഭൂമിയിൽ കടന്ന് പല രീതിയിൽ ചെയ്യുന്ന പല ആളുകളെ നമുക്ക് ഈ യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. ഇത് കാണുമ്പോൾ പല രീതിയിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവം ഇവർക്കെന്താ ഒരു ശിക്ഷ കിട്ടാത്തത്, ഇവർക്കെന്താ ഇത്രയൊക്കെ പാപം ചെയ്തിട്ട് ഒരു അടി കിട്ടാത്തതെന്ന്. പക്ഷേ ഈ വചനം വായിച്ചു വരുമ്പോൾ അറിയാം, ഈ ഭൂമിയിൽ വെച്ച് കൊടുക്കുന്ന ഒരു ശിക്ഷയാണെങ്കിൽ അത് ചെറിയ ശിക്ഷയായി പോകും. പക്ഷേ ഈ ഭൂമിയിൽ ചെയ്യുന്ന സകലത്തിനും എണ്ണി എണ്ണി കണക്ക് കൊടുക്കുന്ന ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ ഏതൊക്കെ രീതിയിൽ ഈ വചനത്തിന് വിരോധമായി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അതിനെല്ലാം ഓരോന്നിനും എണ്ണി എണ്ണി നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? വിശുദ്ധിയോടും വേർപാടോടുകൂടെ ഈ വചനത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ എന്ത് ചെയ്താൽ മതിയോ? ജീവിച്ചാലേ പറ്റത്തുള്ളൂ. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നു, ആരും കാണുന്നില്ല, ദൈവത്തിൽ നിന്ന് അടി കിട്ടുന്നില്ല, നാം ഒരു വഴുവഴുപ്പിൽ ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുമ്പോൾ അതിനർത്ഥം ഈ വചനം നമ്മളെ കാണുന്നില്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെ കാണുന്നില്ല, അല്ലെങ്കിൽ എല്ലാം ക്ഷമിക്കുന്ന ഒരു ക്രിസ്തുവിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ലോകത്തിലെ എല്ലാവരും നമുക്ക് പിക്ചറൈസ് ചെയ്യുന്ന കർത്താവ് യേശുവിനെ എങ്ങനെയാ? ആട്ടിടയനെ കൊണ്ട് ലാളിച്ച് വളരെ ചിരിച്ച മുഖത്തോടെ എല്ലാം ക്ഷമിക്കുന്ന യേശുവിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ലോകം കാണിക്കത്തുള്ളൂ, വരയ്ക്കത്തുള്ളൂ. പക്ഷെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ, ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ ന്യായം വിധിക്കുന്ന യേശുവിനെ നിങ്ങളൊന്ന് മനസ്സിൽ കാണണം. അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. നാം ചെയ്ത ഓരോന്നിനും എണ്ണി 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 ആ ന്യായസന്നിധിയിൽ നാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നമ്മൾ അകപ്പെടാതിരിക്കണമെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ എന്താണ്? ഭാഗ്യവാൻ. അത് വായിച്ച് കേൾപ്പിക്കുന്നവനും അത് വായിക്കുന്നവനും അത് കേൾക്കുന്നവനും അത് ജീവിതത്തിൽ പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. കാരണം എന്താ? ആ ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ ആരും നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും ആ ദേശത്ത് ആ സമയത്ത് എൻ്റെ ദൈവം നിന്നെ ആദരിക്കുന്ന ഒരു സമയമുണ്ട്. ഈ ഭൂമിയിൽ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും സിംഹാസനത്തിന് മുമ്പിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. വെളിപ്പാട് പുസ്തകം തന്നെ നമുക്കൊരു വാക്യമെടുക്കാം. 20-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഇത് പലരും പ്രസംഗിക്കത്തില്ല. കാരണം ഇത് പ്രസംഗിച്ച സഭയിൽ നിന്ന് പകുതി ആൾക്കാർ പോകും. കാരണം എല്ലാവർക്കും പ്രോസ്പെറസി, നന്മ മാത്രം കിട്ടിയാൽ മതി. സൗഖ്യമാക്കുന്ന യേശുവിനെ കാണാൻ ഇഷ്ടമാണ്, മുറിവ് കെട്ടുന്ന യേശുവിനെ കാണാൻ ഇഷ്ടമാണ്. യേശു ചില പാട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. യേശു എൻ്റെ ചങ്കാണ്, യേശു എൻ്റെ ഹൃദയമാണ്, പൊന്നാണ്, കരളാണ്, അതൊക്കെയാണ്. പക്ഷെ സിംഹാസനത്തിൽ, ന്യായാസനത്തിൽ മുമ്പിൽ ഇരിക്കുന്ന യേശുവിനെ കുറിച്ച് ആരും പ്രസംഗിക്കത്തില്ല, ആരും പാടത്തില്ല, ആരും പിക്ചർ വരച്ച് നിങ്ങളുടെ വീട്ടിൽ വെക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അത് തന്നെ പിശാച് നമ്മളെ കൊണ്ട് അവോയ്ഡ് ചെയ്യിപ്പിക്കുന്ന. പക്ഷെ നമ്മൾ ന്യായാസനത്തിലിരിക്കുന്ന യേശുവിനെയും പഠിക്കണം. ന്യായവിസ്താരത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ന്യായം വിധിക്കുന്ന യേശുവിനെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ആ യേശുവിനെ നമ്മൾ എന്നും ഓർക്കണം. കാരണം വായിച്ചാട്ടെ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം എന്ത് ചെയ്തു? കാണുന്നു. അതിലൊരുത്തൽ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും എന്ത് ചെയ്തു? ഓടിപ്പോയി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ആരുടെ മുമ്പിൽ നിന്നാണ് ഭൂമിയും ആകാശവും ഓടിപ്പോയത്? എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ. എൻ്റെ യേശു സിംഹാസനത്തിൽ
ന്യായവിധിക്ക് വേണ്ടി ഇരുന്നപ്പോൾ എഴുതി വെച്ചേക്കുന്നു, ഭൂമിയും ആകാശവും എന്ത് ചെയ്തു? ഓടിപ്പോയി, മാറിപ്പോയി. കാരണം ന്യായവിസ്താരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന യേശുവിനെ നമ്മൾ ഹൃദയത്തിൽ എന്നും കാണണം. അത് ഭയങ്കരമായിരിക്കും കേട്ടോ. ആ സമയത്ത് ഒരു എക്സ്ക്യൂസും അവിടെ പറഞ്ഞാൽ പറ്റത്തില്ല. ആ സമയത്ത് യേശുവപ്പച്ചാ എന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കയറ്റി വിടണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞാലും അവിടെ ഒരു പരിപാടി നടക്കത്തില്ല. കാരണം ന്യായവിസ്താരത്തിൽ ഇരിക്കുന്ന യേശുവിനെ നമ്മൾ എപ്പോഴും പഠിക്കണം, നമ്മൾ എപ്പോഴും പിക്ചറൈസ് ചെയ്യണം. യേശു ന്യായവിസ്താരത്തിൽ സിംഹാസനത്തിലേക്ക് ഇരുന്ന കണ്ടപ്പോൾ എഴുതി വെച്ചേക്കുന്നു, ഭൂമി ആകാശവും എന്ത് ചെയ്തു? ഓടിപ്പോയി. അടുത്തത്, അവയെ പിന്നെ എന്ത് ചെയ്തില്ല? പിന്നെ കണ്ടില്ല. അപ്പം ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന പാപം എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിലെ സുഖത്തിന് വേണ്ടിയും ഈ ഭൂമിയിലെ സമ്പാദ്യത്തിന് വേണ്ടിയും പ്രാർത്ഥന മുടക്കുന്നതും ആരാധന മുടക്കുന്നതും ഒക്കെ ഈ ഭൂമിയിൽ നമ്മൾ ആരൊക്കെയൊക്കെയോ ആയി വലിയ വീട് വെച്ച്, വലിയ പൗണ്ട് മേടിച്ച്, വലിയ കാറ് മേടിച്ച് ഈ ഭൂമിയിൽ എന്തൊക്കെയോ ആവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ കടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷെ ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ ഈ ഭൂമിയും ആകാശവും ഒക്കെ എന്ത് ചെയ്തു? ഓടിപ്പോയി. അവയെ പിന്നെ എന്ത് ചെയ്തില്ല? കണ്ടിട്ടേ ഇല്ല. കാണാൻ പോകുന്നതും അത് കാണാതെ ഓടിപ്പോകുന്ന ഈ ഭൂമിയിലെ എന്തിനോ വേണ്ടിയൊക്കെയാണ് നാം നമ്മുടെ നിത്യത നശിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. നാം ആരാധനയ്ക്ക് വരാതെ, പ്രാർത്ഥനയ്ക്ക് വരാതെ, ഈ ക്രിസ്തുവിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാം ഈ ലോകത്തിൽ അതിൻ്റെ മോഹങ്ങളിലേക്ക് ഓടിപ്പോകുമ്പോൾ ഒരുപക്ഷെ ലോകത്ത് നിനക്ക് അതിൻ്റേതായ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റും, കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ പറ്റും, ഈ ലോകത്ത് വലിയ കാറുകളും പൗണ്ടുകളും ഒക്കെ മേടിച്ച് സുഖലോലുപയായി ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മറക്കല്ല്, എൻ്റെ യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഭൂമിയും ആകാശമൊക്കെ ഓടിപ്പോവും. അതിനുശേഷം ഇവയൊന്നും നീ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. നീ ഉണ്ടാക്കിയ വീടും കാണത്തില്ല, നാം ഉണ്ടാക്കിയ സമ്പത്തും കാണത്തില്ല, നമ്മുടെ പൗണ്ടൊന്നും. നീ അവിടെ ന്യായവിസ്താരത്തിൽ കാണും. അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഉണ്ടാക്കിയതൊക്കെ എവിടെയെന്ന് നോക്കുമ്പോൾ, നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഭൂമിയില്ല, ആകാശവും ഇല്ല, നീ കഷ്ടപ്പെട്ടത് ഒന്നുമില്ല. താഴോട്ട് വായിച്ചാട്ടെ. അതെ. പക്ഷേ ഭൂമി മറഞ്ഞുപോയി, ആകാശവും മറഞ്ഞുപോയി. പക്ഷെ അവിടെ ആരുണ്ട്? നാം ഓരോരുത്തരും ഉണ്ട്. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഞാനുണ്ട്, നമ്മൾ ഓരോരുത്തരും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആരും അതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, ആരും എക്സ്ക്യൂസ് ആർക്കും കൊടുത്തിട്ടില്ല. ഞാനുണ്ട്. നമ്മൾ ഓരോരുത്തരെ അവിടെ കണ്ടാൽ മതി. ആ സിംഹാസനത്തിന് മുമ്പിൽ ഞാനുണ്ട്. ഞാനും നിൽക്കേണ്ട ഒരു സമയമുണ്ട്. നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയം നമ്മുടെ കൂട്ടിന് നമ്മൾ ഉണ്ടാക്കിയ ഈ ഭൂമിയോ ഈ ആകാശമോ നമ്മുടെ വീടോ കാറുകളോ ഒന്നും കാണത്തില്ല. നീ തിരിഞ്ഞു നോക്കിയാലും ഇതൊന്നും കാണത്തില്ല. കാരണം എൻ്റെ യേശു ന്യായവിസ്താരത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൂമിയും ആകാശവും ഓടിപ്പോയി, നമ്മൾ മാത്രമേ ശേഷിക്കത്തുള്ളൂ. മരിച്ച ആബാലവൃദ്ധം അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. താഴോട്ട് വായിച്ചാട്ടെ. പുസ്തകങ്ങൾ തുറന്നു. അടുത്തത്, ഒന്ന് നിൽക്കണം അവിടെ, അതൊന്നും മനസ്സിലാക്കണം. ഒന്ന് ആദ്യം പറഞ്ഞേക്കുന്നു പുസ്തകങ്ങൾ തുറന്നു. ഓക്കെ. പിന്നെ ഒരു പുസ്തകത്തെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്, ജീവന്റെ പുസ്തകങ്ങൾ. ഓക്കെ. വേദപണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഓർമ്മയുടെ പുസ്തകം. 2 പുസ്തകങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ജീവന്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം. ഓക്കെ. ഓർമ്മയുടെ പുസ്തകവും അന്ന് എന്താണെന്ന് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിയിൽ നമ്മൾ ചെയ്ത സകല കാര്യങ്ങൾ A to Z ഓർമ്മയുടെ പുസ്തകം. ഓക്കെ. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നത് പോലെ ഒരു ചെറിയ പുസ്തകം തുറന്നു എന്ന് അതിനകത്ത് എഴുതി വെക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുക. പക്ഷേ ഈ ഭൂമിയിൽ നാം ജനിച്ചപ്പം നമ്മുടെ മരണം വരെയുള്ള സകല കാര്യങ്ങളും ആ ന്യായവിസ്താരത്തിന് മുമ്പിൽ എൻ്റെ യേശു എന്ത് ചെയ്യും? തുറക്കും. എൻ്റെ യേശു എന്ത് ചെയ്യും? തുറക്കും. അതൊന്നൊന്നായിട്ട് എന്ത് ചെയ്യും? നിന്നോട് ചോദിക്കും, അത് എന്നോട് ചോദിക്കും. നമ്മൾ ഓരോരുത്തരോടും എൻ്റെ യേശുവിൻ്റെ ന്യായവിസ്താരത്തിന് മുമ്പിൽ എൻ്റെ യേശു നിന്നോട് എന്ത് ചെയ്യും? ഇത് ചോദിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഓർമ്മയുടെ പുസ്തകം തുറക്കുമ്പോൾ ഓരോ സെക്കൻഡ് വെച്ച്
ഓരോ മിനിറ്റ്സ് വെച്ച് ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളിൽ നാം ചെയ്തത് നമ്മളോട് ഓരോരുത്തരോടും നമ്മൾ ചോദിക്കുകയും നമ്മൾ ഓരോരുത്തരും കണക്ക് കൊടുക്കേണ്ട ഒരു സമയം ഓർമ്മയുടെ പുസ്തകത്തിൻ്റെ മുമ്പിൽ ഈ നിത്യതയിൽ ന്യായസനത്തിൻ്റെ മുമ്പിലുണ്ടെന്നുള്ള കാര്യം നാം ഓരോരുത്തരും എന്ത് ചെയ്ത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ രക്ഷപ്പെടും പല കാര്യത്തിലും. കാരണം ഭൂമിയിലെ ശിക്ഷയിൽ എൻ്റെ ദൈവം ഭൂമിയിൽ വെച്ച് നമ്മുടെ പാപത്തിനൊരു ശിക്ഷ തന്നാൽ അത് ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ അവിടെ ചെന്നാണ് നമുക്കിത് കിട്ടുന്നതെങ്കിൽ എൻ്റെ ദൈവമക്കളെ നമുക്ക് ആ ന്യായവിസ്താരത്തിന് മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒന്നാമത് വായിച്ച വാക്യത്തിൽ പറയുന്നത്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് കേൾക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. കാരണം അന്ന് ആ ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാക്ക് എൻ്റെ യേശുവിൻ്റെ വായിൽ നിന്ന് കേൾക്കുവാൻ ഒരു ഭാഗ്യം എനിക്കും നിനക്കും കിട്ടിയാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ ഇത്. കാരണം നീ ഫ്ലാറ്റ് ഉണ്ടാക്കിയാലും കാറുണ്ടാക്കിയാലും നീ പൗണ്ട് ഉണ്ടാക്കിയാലും നീ സമ്പാദിക്കുന്നതെല്ലാം ഭൂമിയും ആകാശവും ഓടിപ്പോയതുപോലെ മറഞ്ഞു പോകും. പക്ഷെ നീ ചെയ്ത് ദൈവത്തിന് വേണ്ടി നിന്നത്, നീ ദൈവത്തിന് വേണ്ടി സഹിച്ച കഷ്ടപ്പാട്, ഈ വചനം കേട്ടത്, പ്രമാണിച്ചത്, ഇതെല്ലാം ന്യായവിസ്താരത്തിന് മുമ്പിൽ അത് ഓർക്കുന്ന ഒരു യേശു ഉണ്ട് എന്നുള്ളൊരു കാര്യം നാം ഓരോരുത്തരും എന്ത് ചെയ്തില്ല, മറന്നു പോകരുത്. ഹല്ലേലൂയ. ഓർമ്മയുടെ പുസ്തകം വായിക്കുന്നത് ജീവന്റെ പുസ്തകം. കൂടാതെ അവിടെ വേദപണ്ഡിതന്മാർ പറയുന്നു, എൻ്റെ ദൈവം തുറക്കുന്ന ഒരു പുസ്തകമാണ് ഈ വിശുദ്ധ വേദപുസ്തകം. ഈ വിശുദ്ധ വേദപുസ്തകം ഇത് പ്രസംഗിച്ചവനും ഇത് കേട്ടവന് ഓരോരുത്തരുടെയും മുമ്പിൽ എൻ്റെ ദൈവം തുറക്കുന്ന ഒരു പുസ്തകമാണ്, ന്യായം വിധിക്കുന്ന ഒരു പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം ഉണ്ടല്ലോ, ഇത് വെച്ച് എൻ്റെ ദൈവം ഇത് വെച്ച് നമ്മളെ ന്യായവിസ്താരം നടത്തുന്ന ഒരു സമയമുണ്ട്. യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം, അവിടെ ഒന്ന് നിൽക്കണം. ഓർമ്മയുടെ പുസ്തകം തുറക്കുമെന്ന് നമ്മൾ പഠിച്ചു. അവിടെ ജീവന്റെ പുസ്തകം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അവിടെ ആദ്യം പറയുന്നു പുസ്തകങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, വേദപണ്ഡിതന്മാർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കൂടെ വേദപണ്ഡിതന്മാർ പറയുന്നത് അവിടെ നമ്മുടെ വിശുദ്ധ വേദപുസ്തകവും ദൈവത്തിൻ്റെ വചനവും അവൻ ന്യായവിസ്താരത്തിന് വേണ്ടി എന്ത് ചെയ്യും, തുറക്കുമെന്ന് അവിടെ പറയുന്നു. അതിന് തെളിവായാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്ന ഈ വാക്യം നാം പഠിക്കുന്നത്. എന്താണ് ആ വാക്യം? വായിച്ചിട്ടെ. അതെ, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ എന്ത് ചെയ്യും, ന്യായം വിധിക്കും. എൻ്റെ യേശു സംസാരിച്ച വചനം ഏതാ? ഈ വിശുദ്ധ വേദപുസ്തകം. എൻ്റെ യേശു സംസാരിച്ച വചനങ്ങൾ കോട്ട് ചെയ്തത് എവിടാ? ഈ വിശുദ്ധ വേദപുസ്തകം. എൻ്റെ യേശു സംസാരിച്ച വചനവും ദൂതും, എൻ്റെ ശിഷ്യന്മാരിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച ദൂതും വചനങ്ങളുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഈ വേദപുസ്തകം നമ്മളെ ഓരോരുത്തരെയും ന്യായം വിധിക്കുമെന്നാണ് ഇതിൻ്റെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ വേദപുസ്തകമുണ്ടല്ലോ, നമുക്ക് വായിക്കുവാൻ താല്പര്യമില്ലാതെ നമ്മുടെ വീടിൻ്റെ ടിവിയുടെ പുറകിൽ, അല്ലെങ്കിൽ നമ്മുടെ റെസിപ്റ്റുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബില്ലുകൾ മാത്രം കീപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചർച്ചിൽ മാത്രം വരാൻ വേണ്ടി നമ്മൾ തൊടുന്ന ഈ വചനമുണ്ടല്ലോ, ഈ വചനം നാളെ നിന്നെ ന്യായം വിധിക്കുന്ന വചനമാണ്. ന്യായം വിധിക്കാൻ ഇത് തുറക്കുന്ന വചനമാണെന്നുള്ള കാര്യം എൻ്റെ യേശു പറയുകയാണ്. ഞാൻ പറയുന്ന ഈ വചനങ്ങൾ, എൻ്റെ ഈ ദൂതുകൾ നാളെ അന്ത്യനാളെന്ന് പറയുന്നത് ഈ ന്യായവിസ്താരത്തിൻ്റെ കാര്യങ്ങളാണ്. അന്ന് നമ്മളെ ഓരോരുത്തരെ എന്ത് ചെയ്യും, ന്യായം വിധിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് നമ്മൾ ഈ ബൈബിൾ തുറക്കുന്നത് എന്തിനാ? നമ്മുടെ പേഴ്സണൽ ഗെയിനിങ്ങിന് വേണ്ടി. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അല്പം നേരത്തെ ആശ്വാസത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഈ ബൈബിൾ തുറക്കത്തുള്ളൂ, വായിക്കത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മളെ ന്യായവിസ്താരത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യനുകളും ചോദ്യങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യില്ല,
മറന്നു പോകരുത്. അതാണ് നാം ആദ്യം വായിച്ച വാക്യത്തിൽ പറയുന്നത്. ഇത് വായിച്ചു പഠിപ്പിക്കുന്നവനും ഭാഗ്യവാൻ, ഇത് കേൾക്കുന്നവനും ഭാഗ്യവാൻ, അത് കേട്ടു പ്രമാണിക്കുന്നവനും എൻ്റെ ജീവിതത്തിൽ ഭാഗ്യവാനാ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രികാലം നിൻ്റെ ചെവിയിൽ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഈ ലോകത്തിലെ ഭാഗ്യവാനാ. കാരണം ലോകത്തിൽ ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് രാത്രികാലം എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കേട്ടിരിക്കുന്നത്. അപ്പം ഈ വചനം എന്തു ചെയ്യും? ന്യായവിസ്താരത്തിൻ്റെ സമയത്ത് എൻ്റെ യേശു എന്തു ചെയ്യും? തുറക്കും. ഹല്ലേലൂയ. ഇതിൽ നിന്ന് നാം കേട്ടതും കേൾക്കാതെ പോയതും പ്രമാണിക്കാഞ്ഞതും എല്ലാം ആ നാളിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരോടും ചോദിച്ച് അതിന് തക്കതായ ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വരും. അതേ താഴോട്ട് വായിച്ചാട്ടെ. അതെ, വായിച്ചാട്ടെ. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. അതല്ല, വെളിപ്പാട് പുസ്തകം 20:11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. വെളിപ്പാട് 20:11-12 വായിച്ചു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അതെ. അവന്റെ സന്നിധിയിൽ ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കൊത്തവണ്ണം ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്കുള്ള വിധിയുണ്ടായി. ഓരോന്നവർക്കും അവനവൻ്റെ പ്രവർത്തികൾക്കുള്ള വിധിയുണ്ടായി. എന്ത് ബേസ് ചെയ്ത വിധിയുണ്ടായേ? ഈ വേദപുസ്തകം വെച്ച് എന്ത് ചെയ്യും? വിധിയുണ്ടായി. അപ്പോൾ ഓർമ്മയുടെ പുസ്തകം എന്ന് പറയുന്നത് നാം ചെയ്ത സകല പ്രവർത്തികളും, ജനനം മുതൽ മരണം വരെയുള്ള പ്രവർത്തികൾ തിരിച്ച് പറയുന്ന പുസ്തകമാണ് ഓർമ്മയുടെ പുസ്തകം. ആ ഓർമ്മയുടെ പുസ്തകത്തിലെ സംഭവം വെച്ച് എന്തിനെ ബേസ് ചെയ്താണ് ന്യായം വിധിക്കുന്നത്? ഈ വിശുദ്ധ വേദപുസ്തകത്തെ ബേസ് ചെയ്താണ് ന്യായം വിധിക്കുന്നത്. അങ്ങനെ ന്യായം വിധിച്ച് താഴോട്ട് വായിച്ചാട്ടെ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയെ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അടുത്തത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തള്ളിയിടും. രണ്ടാമത്തെ പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്, ജീവന്റെ പുസ്തകം. അപ്പോൾ ഒന്നാമത്തെ പുസ്തകം തുറന്നിട്ട് ഈ വിശുദ്ധ വേദപുസ്തകം വെച്ച് ന്യായം വിധിച്ച് നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ ദൈവം ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ യോഗ്യത ആ സമയത്ത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ തീപ്പൊയിലേക്ക് തള്ളിയിടുന്ന യേശുവിനെ ഈ ലോകത്താരും പ്രസംഗിക്കത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു, അതാരും പ്രസംഗിക്കത്തില്ല. കാരണം ദുഷ്ടനായ പിശാച് സകലരുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കേണ്ട വിഷയമാണിത്. അന്ന് ഈ ജീവപുസ്തകത്തിൽ എൻ്റെ പേരില്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചതും ഞാൻ ഉണ്ടാക്കിയതും സകലവും ഈ ആകാശം ഓടിമറിഞ്ഞതുപോലെ, ഈ ഭൂമി ഓടിമറിഞ്ഞതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ മറയുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതി കണ്ടില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അതെ. ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഫിലിപ്പിയർക്ക് എഴുതിയ 4:3 തന്നെയാണോ അത് വായിച്ചത്?
ജീവപുസ്തകത്തിൽ പേരുള്ള മതി. അപ്പം ജീവപുസ്തകത്തിൽ പേരുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ എടുത്തതെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ യോഗ്യത എന്താണെന്നാണ് പറഞ്ഞത്. ജീവപുസ്തകത്തിൽ പേരുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറയുന്നു. നമ്മളെക്കുറിച്ചും പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഉള്ള ഐഡൻറ്റിറ്റി ഇത് മാത്രമാണ്. ജീവപുസ്തകത്തിൽ പേരുള്ള ടോം, ജീവിതത്തിൽ പേരുള്ള സഹോദരൻ, ജീവപുസ്തകത്തിൽ പേരുള്ള സഹോദരി. 2 വാക്യം കൂടെ വായിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22:17 17 വാക്യം ഒന്ന് വായിച്ചാട്ടെ. വരിക എന്ന ആത്മാവും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരുന്നതല്ല ഈ സുവിശേഷം. ദൈവസന്നിധിയിൽ ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ ഭൂമിയിൽ ആരും നമ്മളെ നിർബന്ധിക്കത്തില്ല, ആരും നമ്മളെ ഫോഴ്സ് ചെയ്യത്തില്ല. കാരണം ഇത് സൗജന്യമായി ലഭിക്കുന്ന ഒരു കാരണമാണ്. നീ ദാഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഫ്രീഡമാണ് ദൈവസന്നിധിയിൽ കടന്നു വരികയും ഈ ദൈവസന്നിധിയിൽ ഫ്രീയായി എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഈ വചനം, ഒരു പൈസയും ഒരു പൗണ്ട് നമ്മൾ ചെലവാക്കേണ്ട. ദാഹിക്കുന്നവൻ ഏവനും ദൈവസന്നിധിയിൽ വരട്ടെ, ഇച്ഛിക്കുന്നവന് ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇന്ന് സൗജന്യമായി ഒരു വിലയും കൊടുക്കാതെ ഈ ജീവജലം നമുക്ക് കിട്ടുകയാണ്. ദാഹിക്കുന്ന ഓരോരുത്തർക്കും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തരുമുണ്ട്. തിരുവചനം പറയുന്നത് പോലെ ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി അവൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ഇതിൽ നിന്ന് എന്ത് ചെയ്യട്ടെ, ദാഹം തീർക്കട്ടെ, ഇതിൽ നിന്ന് വചനം സ്വീകരിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. രാത്രികാലം ശാന്തമായി ഒരു വചന പഠനം എന്ന രീതിയിലാണ് രാത്രികാലം നമ്മൾ ദൈവത്തിൻ്റെ വചനം ചിന്തിച്ചത്. തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ ഞാനും യോഗ്യനായിത്തീരുവാൻ, ആ നിത്യതയിലേക്ക് ജീവപുസ്തകത്തിൽ എൻ്റെ പേരും കാണുവാൻ ഈ ലോകത്തിലെ പലരുടെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഓർമ്മയുടെ പുസ്തകം തുറക്കുമ്പോൾ, എൻ്റെ യേശു ന്യായവിസ്താരത്തിലിരിക്കുമ്പോൾ, ഭൂമി ഓടിമറഞ്ഞതുപോലെ, ആകാശം ഓടിമറഞ്ഞതുപോലെ ഞാൻ ഈ ഭൂമിയിൽ സമ്പാദിച്ചത് സകലവും ഓടിമറയുമ്പോൾ, ഈ ഭൂമിയിൽ ഞാനൊന്നും നേടാത്തവനായ ന്യായവിസ്താരത്തിലിരിക്കുമ്പോൾ എനിക്ക് യോഗ്യതയെന്ന് പറയുവാൻ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം മാത്രമാണ്. രാത്രികാലം ആ വചനം കേൾക്കുവാനും ഉള്ളൊരു ഭാഗ്യം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയല്ലോ. ഒരു ചെറിയ വേദ പഠനം പോലെ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ദാഹിക്കുന്നവൻ വരട്ടെ, അവൻ ഇച്ഛിക്കുന്നത് പോലെ സൗജന്യമായി ഇതിൽ നിന്ന് ദാഹം തീർക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ഈ വചനം കേൾക്കുവാനുമുള്ള ഭാഗ്യം എൻ്റെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ തെറ്റുകുറ്റങ്ങളോ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ നോട്ടത്തിൽ, ഇരിപ്പിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ എന്തെങ്കിലും എൻ്റെ ദൈവത്തിന് ഹിതമല്ലാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, രാത്രികാലം ഞങ്ങളെ വചനം കൊണ്ട് അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണം. പ്രാർത്ഥകനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ